എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സമാന്തര ശ്രേണിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ എണ്ണാം പദവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് നോക്കൂ, ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം 4n+6 ആയാൽ പൊതുവ്യത്യാസം എന്ത്? ആദ്യ പദം എന്ത് എന്ന് പറഞ്ഞാൽ ആദ്യ പദം പൊതുവ്യത്യാസം, ആദ്യ 3 പദങ്ങളുടെ തുക, 10ാം പദം. ഇവ കാണണം. ഈ ക്വസ്റ്റ്യനിലെ ഒരു ചോദ്യത്തിന് തന്നെ ഈ 4 ഉൾപ്പെടുത്തിയിരിക്കുന്ന പറഞ്ഞാൽ ചോദ്യങ്ങൾ റിവൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. നോക്കൂ, ഓരോ ക്വസ്റ്റ്യനാണ് ഓരോ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഇത് 4 ചോദ്യം ഒന്നിച്ച് ഒരു ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് നോക്കൂ, എന്താ തന്നിരിക്കുന്നത്? നമുക്കിവിടെ തന്നിരിക്കുന്നത് xn ആണ് തന്നിരിക്കുന്നത്. xn സമം എത്ര എന്നാണ് തന്നിരിക്കുന്നത്? 4n+6 എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യ പദം നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യ പദം കണ്ടുപിടിക്കാൻ, അതായത് എ കണ്ടുപിടിക്കാൻ, ഈ 4ഉം 6 കൂടെ കൂട്ടിയാൽ മതി. അതായത് എന്നങ്ങ് മാച്ച് കളഞ്ഞാൽ മതി. എന്നങ്ങ് മാച്ച് കളഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്? 4+6 എന്നല്ലേ വരുന്നത്. 4+6 സമം എത്ര? 10. അപ്പൊ ആദ്യ പദം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് കണ്ടുപിടിക്കണം? പൊതുവ്യത്യാസം, അതായത് ഡി കണ്ടുപിടിക്കാൻ ഇവിടെ എന്നിന്റെ ഗുണോത്തരം എത്രയാണോ അതാണ് ഡി. അപ്പൊ എന്നിന്റെ ഗുണോത്തരം എത്രയാ? 4. സോ പൊതുവ്യത്യാസം കൊണ്ട് 4ആണ്. ഇനി നമുക്ക് 10ാം പദം ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ 10ാം പദം എന്ന് പറയുമ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? A10 നമ്മൾ പഠിച്ചിട്ടുണ്ട്. a+n-1 d അല്ലേ? അതില് a+ എത്ര d? 9d. എന്നു പറഞ്ഞാൽ 10 അല്ലേ? 10ന്ന് 1 കുറച്ചാൽ 9 അല്ലേ? അപ്പൊ a+9d. ദാറ്റ് ഈസ് ഈക്വൽ ടു a എത്രയും നമ്മൾ കിട്ടി? 10 + 9 ഇൻറ്റു d എന്ന് പറയുന്നത് 4 അല്ലേ? 4 36, 36 + 10 എത്ര വരും? 46. അപ്പൊ 10ാം പദം എന്ന് പറയുന്നത് 46. അപ്പൊ എന്താ കണ്ടുപിടിച്ചു? ആദ്യ പദം കണ്ടുപിടിച്ചു, പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു, 10ാം പദവും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആദ്യ 3 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ആദ്യ 3 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ 1ാം പദം കൊണ്ടു. ഇനി എത്രാം പദം കണ്ടുപിടിക്കണം? 2ാം പദവും 3ാം പദവും കണ്ടുപിടിക്കണം. അപ്പൊ 2ാം പദം കണ്ടുപിടിക്കാൻ നമുക്ക് a2 എന്നിടാം. a2 കണ്ടുപിടിക്കാൻ പൊതുവ്യത്യാസവും ഏതും കൂടെ കൂട്ടിയാൽ മതി, എയും ബിയും കൂടെ കൂട്ടിയാൽ പോരെ. ആദ്യ പദത്തിനോട് പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. ആദ്യ പദം 10 അല്ലേ? അപ്പൊ 10+4 സമം എത്ര? 14. അപ്പൊ 2ാം പദം കിട്ടി. ഇനി എന്ത് കൂടെ കണ്ടുപിടിക്കണം? 3ാം പദം a3 കൂടെ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ഈ 2ാം പദത്തിനോട് എന്ത് കൂട്ടിയാൽ മതി? പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. അതായത് 14നോട് എത്ര കൂട്ടിയാൽ മതി? 4 കൂട്ടിയാൽ മതി. അപ്പൊ എത്രയായി? 18 എന്നായി. അപ്പൊ 3 പദമായില്ലേ? ഇനി നമുക്ക് അപ്പൊ 1ാം പദമായി, 2ാം പദമായി, 3ാം പദമായി. എന്ത് കണ്ടുപിടിക്കണം? ആദ്യ 3 പദങ്ങളുടെ തുക, അതായത് S3 സമം ആദ്യ പദം എത്രയായിരുന്നു? 10 + 2ാമത്തെ പദം 14 + 3ാമത്തെ പദം 18. ഇത് 3ഉം കൂടി കൂട്ടിയാൽ മതി. 10, 30, 30ഉം 8ഉം 4ഉം 12 അല്ലേ? അപ്പൊ എത്ര വരും? 42. അപ്പൊ നമുക്ക് ആദ്യ 3 പദങ്ങളുടെയും തുകയായി. ഒന്നുകൂടെ നോക്കിയോളൂ. ഇങ്ങനെ ഒരു സീരീസ്, അതായത് ഇവിടെ എന്താ തന്നിരിക്കുന്ന? എന്നാം പദം ആണ് തന്നിരിക്കുന്നത്. xn എന്നാം പദം തന്നിരുന്നാൽ ഇതില് എന്നിന് 1 കൊടുക്കുമ്പോൾ 1ാം പദം കിട്ടും, എന്നിന് 2 കൊടുക്കുമ്പോൾ 2ാം പദം, എന്നിന് 3 കൊടുക്കുമ്പോൾ 3ാം പദം. അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, ഇതിൽ നിന്ന് കണ്ട ഉടനെ എന്നിന്റെ ഗുണോത്തരം എത്രയാണോ അതാണ് ഏതെന്ന് പറയുന്നത്? പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ആ എന്നങ്ങ് മാറ്റി കളഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ ആദ്യ പദം. അപ്പൊ n, അതായത് 4ഉം 6ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നു 10. അത് ആദ്യ പദം. ഇനി ആദ്യ പദത്തിനോട് പൊതുവ്യത്യാസം കൂട്ടിയാൽ 2ാം പദം, 2ാം പദത്തിനോട് പൊതുവ്യത്യാസം കൂട്ടിയാൽ 3ാം പദം, അങ്ങനെ കിട്ടുന്നു. അപ്പൊ 3 പദങ്ങളുമായി അവയുടെ തുകയാകുമ്പോൾ 3 പദങ്ങളുടെ തുകയും ആയി. 10ാം പദം നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? 10ാം പദം കണ്ടുപിടിക്കാൻ a+n-1 d ആണ്. n എന്ന് പറഞ്ഞാൽ 10 ആണ്. 10ന്ന് 1 കുറച്ചാൽ 9 ആണ്. അപ്പൊ a+9d അല്ലേ? a+10+9 × 4 സമം 46. 4 36ഉം 10ഉം 46. അപ്പൊ എല്ലാം ആയില്ലേ? അതായത് ഒരു ചോദ്യത്തിൽ തന്നെ നമ്മളിതില് ഒരു ശ്രേണിയിൽ തന്നെ 4 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദം 11ഉം 11ാം പദം 6ഉം ആയാൽ ആദ്യ പദം എന്ത്? പൊതുവ്യത്യാസം എന്ത്? 15ാം പദം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ശ്രേണി നോക്കിക്കേ. 6ാം പദം 11, 11ാം പദം 6, അതായത് തിരിച്ചും മറിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 6ാം പദം 11, 11ഉം എത്രയും കൂടി? 6ാം പദം 11ഉം 11ാം പദം 6ഉം അല്ലേ? 11ഉം 6ഉം കൂടെ കൂട്ടിയിട്ട് എത്ര കുറച്ചാൽ മതി? 1 കുറച്ചാൽ മതി. 11ഉം 6ഉം കൂടെ കൂട്ടിയാൽ എത്ര? 17. 17ന്ന് 1 കുറച്ചാൽ എത്ര? 16. 11ഉം 6ഉം കൂടെ കൂട്ടിയാൽ 17, 17ന്ന് 1 കുറച്ചാൽ
16. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ഏതാ ഇതിന്റെ പൊതുവ്യത്യാസം? എല്ലായ്പ്പോഴും ഡി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള സീരീസിൽ എത്രയായിരിക്കും? -1 ആയിരിക്കും. ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? ആദ്യ പദം. അപ്പൊ ആദ്യ പദം എങ്ങനെ കണ്ടുപിടിച്ചു? ഓക്കെ, ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ 6-ാം പദം 11, 11-ാം പദം 6. അതായത് 6 എന്ന് പറയുന്നത് 11, 11 എന്ന് പറഞ്ഞാൽ 6, അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് തിരിച്ചും മറിച്ചും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ആവർത്തിക്കുന്നത്. എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 11 6 കൂടെ കൂട്ടിയിട്ട് ഒന്നങ്ങ് കുറച്ചാൽ മതി. അപ്പൊ എത്ര ഇടുന്നു? 11 6 കൂടെ കൂട്ടിയാൽ 17, 17 1 പോയാൽ 16. അപ്പൊ ആദ്യ പദം എന്ന് പറയുന്നത് എത്ര തന്നെ? 16. ഇങ്ങനെയുള്ള കണക്കുകളിൽ എല്ലായ്പ്പോഴും ഡി എത്ര തന്നെ ആയിരിക്കും? -1 ആയിരിക്കും. അപ്പൊ എയും കിട്ടി, ഡിയും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? A15 ആണ് വേണ്ടത്. A15 കണ്ടുപിടിക്കാൻ പറഞ്ഞോളൂ. A+ എത്ര ഡി? 14 ഡി അല്ലേ? A+ 14 ഡി. പറഞ്ഞോ. A എന്ന് പറഞ്ഞാൽ എത്രയാ? A എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ 16 + 14 ഇൻറ്റു ഡി എന്ന് പറയുന്നത് -1 അല്ലേ? -14 അല്ലേ? 16 14 പോയാൽ എത്രയാ? 2 അല്ലേ? അപ്പൊ എത്ര കിട്ടി നമുക്ക്? 16 15-ാം പദം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, ഒന്നും കൂടി ഇങ്ങനെ ഈ ശ്രേണിയുടെ ശ്രദ്ധിക്കുക. 6-ാം പദം 11, 11-ാം പദം 6. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്, തിരിച്ചു മറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കണക്കുകളിൽ ഡി എല്ലായ്പ്പോഴും -1 ആയിരിക്കും. എ എന്ന് പറയുന്നത് 2 പദം കൂടെ കൂട്ടിയിട്ട് ഒന്നങ്ങ് കുറച്ചാൽ മതി. അപ്പൊ 11 6 കൂടെ കൂട്ടി 1 കുറയ്ക്കുന്നു, അപ്പൊ 16 കിട്ടുന്നു. അപ്പൊ ആദ്യ പദം എന്ന് പറഞ്ഞാൽ 16, പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ -1. എങ്കിൽ നമുക്ക് എത്രാം പദം, എല്ലാ പദം വേണമെങ്കിലും കണ്ടുപിടിക്കാം. 10-ാം പദം 20-ാം പദം ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ A15 എന്ന് പറഞ്ഞത് A+ 14 ഡി. എ എന്ന് പറയുന്നത് എത്രയാണ്? 16 + 14 ഇൻറ്റു ഡി എന്ന് പറയുന്നത് -1. 14 ഇൻറ്റു -1 -14. 16 14 കുറച്ചാൽ 2 ഉത്തരമായി കിട്ടുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 40-ഉം 20-ാം പദം 60-ഉം ആയാൽ എന്താ? ആദ്യ പദം വേണം, പൊതുവ്യത്യാസം വേണം, 8-ാം പദം വേണം. നോക്കിക്കേ, 15-ാം പദം 40, 20-ാം പദം 60. അപ്പൊ 15-ാം പദം എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും? A+ 14 ഡി. 15-ാം പദം എത്രയും തന്നിട്ടുണ്ട്? 40 തന്നിട്ടുണ്ട്. 20-ാം പദം എന്ന് പറയുമ്പോൾ A+ എത്ര ഡി? 19 ഡി. സമം എത്രയാ? 20-ാം പദം എന്ന് പറയുന്നത് 60 അല്ലേ? എങ്കിൽ ഇതിന്റെ എന്താ കണ്ടുപിടിക്കണം? പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം, ആദ്യ പദം കണ്ടുപിടിക്കുക. കുറയ്ക്കുന്നു. ഏതിൽ ഇത് കുറയ്ക്കുന്നു? ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുന്നു. 14 19 കുറയ്ക്കാൻ പറ്റില്ല, നമ്മൾ 19 14 കുറയ്ക്കുന്നു, സൈൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ 14 19 കുറയ്ക്കാൻ പറ്റില്ല, 19 14 കുറച്ചിട്ട് മൈനസ് ചിഹ്നം ഇടുന്നു, -5 ഡി. സമം ഇവിടെ 40 60 കുറയ്ക്കാൻ പറ്റില്ല, 60 40 കുറയ്ക്കുന്നു, -20. ഓക്കെ, അപ്പൊ ഡി 5 ഡി അല്ലേ? -5 ഡി അല്ലേ? -20 ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? -20നെ എത്ര കൊണ്ട് ഭാഗിച്ചാൽ മതി? -5 കൊണ്ട് ഭാഗിച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. പൊതുവ്യത്യാസം കിട്ടി. ഇനി ഈ പൊതുവ്യത്യാസത്തിന്റെ വില ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ ഒന്നാമത്തേലോ രണ്ടാമത്തേലോ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? എ കിട്ടുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. A+ 14 ഇൻറ്റു ഡി. നമുക്ക് ഇവിടെ എത്രയാ കിട്ടിയത്? 4 അല്ലേ? സമം എത്രയും തന്നിട്ടുണ്ട്? 40 തന്നിട്ടുണ്ട്. ഓക്കെ, എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 40 4 4 16, ഒരു 4 4 1 5. 40 എന്ത് കുറച്ചാൽ മതി? 56. എങ്ങനെയാ 56 വന്നത്? നോക്കിക്കേ, 4 ഇൻറ്റു 4 16, ശിഷ്ട 1, ഒരു 4 4 1 5. ഈ 56നെ എപ്പുറത്ത് കൊണ്ടുപോയി? അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ 40 - 56 സമം എത്ര? -16. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആദ്യ പദവും കിട്ടി. ആദ്യ പദം എത്രയാ? -16. പൊതുവ്യത്യാസം എത്രയാ? 4. പൊതുവ്യത്യാസം എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ചു. 15-ാം പദം എന്ന് പറയുമ്പോൾ A+ 14 ഡി അല്ലേ? അടുത്ത 20-ാം പദം എന്ന് പറയുമ്പോൾ A+ 19 ഡി അല്ലേ? ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ -5 ഡി അല്ലേ? ഇവിടെ 40 60 കുറയ്ക്കാൻ പറ്റില്ല, 60 40 കുറച്ചു. അപ്പൊ -20 ഡി കണ്ടുപിടിക്കാൻ -20നെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എത്ര വരുന്നു? 4 വരുന്നു. ഈ ഡിയുടെ വില ഏത് സമവാക്യത്തിൽ കൊടുത്താലും മതി, നമുക്ക് ഏതിന്റെ വില കിട്ടിക്കോളും? ഇയുടെ വില കിട്ടിക്കോളും. എയും ഡി ആയില്ലേ? ഇനി അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കാൻ? A8 കണ്ടുപിടിക്കാൻ ചോദിച്ചു. A8 എന്ന് പറയുന്നത് A+ എത്ര ഡി? A+ 7 ഡി ആണ് A8 എന്ന് പറയുന്നത്. A+ n - 1 ഡി എന്നല്ലേ? എന്താന്ന് പറഞ്ഞാൽ 8 അല്ലേ? 8 എന്ന് പറഞ്ഞാൽ 7 അല്ലേ? ഓക്കെ, 7യുടെ വില എത്ര കിട്ടി? -16 ആണ്. +7 ഇൻറ്റു 4 ആണ് ഡി എന്ന് പറയുന്നത്. 4 എത്ര? 28. അപ്പൊ -16 + 28. എന്ത് ചെയ്യണം? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. 8 6 പോയാൽ എത്ര? 2. 2 3 പോയാൽ 1. വലുതിന്റെ ചിഹ്നം ഏതാ? പോസിറ്റീവ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? A8 കിട്ടി. A8 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. അതായത് 8-ാം പദം എന്ന് പറയുന്നത് 12 ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 15-ാം പദം എത്രയാണ്? 40 ആണ്. എന്ന് 4 വീതം കൂടി പോകുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കിക്കൊള്ളുക. ഈ ചോദ്യത്തിൽ 3 ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്ന ശ്രേണിയിലും ആദ്യ പദം ഏതെങ്കിലും ഒരു ചോദ്യം മാത്രമാണ് പരീക്ഷയ്ക്ക് വരുന്നത്. നമ്മളിവിടെ 3 ചോദ്യം
ഒരു ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രേണി കൂടുതൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി. ആദ്യപദം പൊതുവ്യത്യാസം എട്ടാം പദം ഇവ കാണുക. ചോദ്യം മനസ്സിലായല്ല? ഇത് ചെയ്യേണ്ടത് ഇക്വേഷൻ 2 ഇക്വേഷനാണ് എഴുതി ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ എന്ന് എയും പോയാൽ എന്ത് വരുന്നു? 0 വരുന്നു. ഇവിടെ 14D 19D കുറയ്ക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ 19D 14D കുറയ്ക്കുന്നു. അപ്പൊ എത്ര വരുന്നു? -5D -20. ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? -20നെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. ഓക്കെ ഓക്കെ, നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.